അന്തരിച്ച പീരുമേട് എം.എൽ.എ. വാഴൂർ സോമന്റെ സംസ്കാരം ഇന്ന് നടക്കും. തിരുവനന്തപുരത്ത് നിന്ന് പുലർച്ചെയോടെ മൃതദേഹം വണ്ടിപ്പെരിയാർ വാളാടിയിലെ വീട്ടിലെത്തിച്ചു. 11 മണിക്ക് വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിൽ പൊതുദർശനമുണ്ടാകും. വൈകിട്ട് 4 മണിക്ക് പഴയ പാമ്പനാറിലുള്ള എസ്.കെ. ആനന്ദൻ സ്മൃതി മണ്ഡപത്തിന് സമീപമാണ് സംസ്കാരം നടക്കുക. വണ്ടിപ്പെരിയാറിലെ വസതിയിൽ നിന്ന് രാഹുൽ വിജയനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഹുൽ, ഏത് രീതിയിലാണ് ഇന്നത്തെ പൊതുദർശനം, സംസ്കാരം ഇതൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്? കൃഷ്ണ, നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ വാഴൂർ സോമന്റെ വീട്ടിലാണ്. ഇവിടെയാണ് മൃതദേഹമുള്ളത്. പുലർച്ചെ 2 മണിയോടുകൂടി മൃതദേഹം തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കുകയും ചെയ്തു. ബന്ധുക്കൾ എല്ലാവരും തന്നെ ഇവിടെയുണ്ട്. മക്കൾ 2 പേരാണ്, സോമിത് സോമനും. അവർ 2 പേരും ഇവിടെയുണ്ട്. മറ്റ് പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ നേതാക്കളും എല്ലാവരും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയുമാണ്. 11 മണിയോടുകൂടിയാണ് വീട്ടിൽ നിന്ന് വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിലേക്ക് മൃതദേഹം മാറ്റുക. അവിടെ നിന്ന് വൈകിട്ട് 4 മണിക്ക് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. നേരത്തെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരുന്നെങ്കിലും പിന്നീട് ഈ കുടുംബാംഗങ്ങൾ പറഞ്ഞതനുസരിച്ച്, അതായത് വടൂർ സോമന് ഈ പഴയ പാമ്പനാറിലുള്ള എസ്.കെ. ആനന്ദൻ സ്മൃതി മണ്ഡപത്തിനോട് ചേർന്ന് മരണം സംഭവിച്ചാൽ സംസ്കാര ചടങ്ങുകൾ നടത്തണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു. അത് കുടുംബാംഗങ്ങൾ പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്കാര ചടങ്ങുകൾ അങ്ങോട്ട് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഇവിടെ വീട്ടിലെ പൊതുദർശനം അത് തുടരുകയുമാണ്. നമുക്കറിയാം, പീരുമേട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാനഷ്ടം തന്നെയാണ്. ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലൂടെ വളർന്നു വന്ന നേതാവാണ്. വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ തൊഴിലാളികൾക്ക് വേണ്ടി നടത്തുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ പ്രക്ഷോഭകാലത്തൊക്കെ ഈ ടി.ആർ.ആൻഡ്.ടി എസ്റ്റേറ്റിലെ തൊഴിലാളി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രശ്നങ്ങളിലും അതുപോലെ തന്നെ സമരങ്ങളിലുമൊക്കെ പോലീസ് മർദ്ദനത്തിൽ അദ്ദേഹത്തിന് ക്രൂരമായി പരിക്കേൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നടത്തത്തിൽ വരെ പ്രകടമാകുന്ന വിധത്തിലുള്ള പോലീസ് മർദ്ദനം അന്ന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അത്തരത്തിൽ വലിയ തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് തൊഴിലാളികൾക്കൊപ്പം നിന്ന് ഉയർന്നു വന്ന നേതാവ് എന്ന തരത്തിലൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും പീരുമേടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ വിയോഗം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊരു വിയോഗം സംഭവിക്കുമെന്ന് ആരും തന്നെ കരുതിയിരുന്നതല്ല. കാരണം ഇന്നലെ ഈ വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോഴാണെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ ബുദ്ധിമുട്ടുകൾ പ്രകടമായ രീതിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ പരിപാടിയിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലാണെങ്കിലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതായി പ്രകടമായി ഉണ്ടായിരുന്നില്ല. പെട്ടെന്നുണ്ടായ ഒരു വിയോഗം അത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം, പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, ഈ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം, CPI-നെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ജീപ്പുണ്ട്. ആ ജീപ്പിനെ കുറിച്ച് ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. കാരണം സാധാരണക്കാരിൽ നിന്ന് വളർന്നു വന്ന ഒരു നേതാവെന്ന നിലയ്ക്ക് സാധാരണക്കാരുടെ വാഹനമായിട്ടുള്ള ജീപ്പിലായിരുന്നു അദ്ദേഹം മണ്ഡലത്തിലുടനീളം സഞ്ചരിച്ചിരുന്നത്. MLA ആയതിനു ശേഷവും ഏതെങ്കിലും തരത്തിൽ വലിയ കാറിലോ അങ്ങനെയൊന്നുമല്ല അദ്ദേഹത്തിന്റെ സഞ്ചാരം ഉണ്ടായിരുന്നത്. തോട്ടമേഖലയിലൂടെയൊക്കെയുള്ള സഞ്ചാരത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് ഒരു ജീപ്പാണ്. അത് 2005 മുതൽ ഉപയോഗിച്ചിരുന്ന ഒരു ജീപ്പ്. അത് തിരുവനന്തപുരത്തേക്ക് MLA ആയതിനു ശേഷം ആദ്യം അദ്ദേഹം പോയതും അതേ ജീപ്പിലാണ് എന്നുള്ള കാര്യം കൂടിയുണ്ട്. മാത്രമല്ല, അതേ ജീപ്പിൽ പോയി പൊതുമരാമത്ത് മന്ത്രിയോട് തന്റെ മണ്ഡലത്തിലെ റോഡുകളുടെ ബുദ്ധിമുട്ടും ശോചനീയാവസ്ഥയും, ജീപ്പില്ലാത്ത ഒരാൾക്ക് അതിലെ സഞ്ചരിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയും റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ മന്ത്രിയുടെ ഇടപെടൽ നടത്താൻ വേണ്ടി അത്തരമൊരു നടപടി കൂടി ഒക്കെ ആ ജീപ്പ് കൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ആളുകൾക്കൊപ്പം നിന്നിരുന്ന സാധാരണക്കാരനായിട്ടുള്ള ഒരു നേതാവായിരുന്നു വടൂർ സോമൻ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനപ്പുറത്തേക്ക് 1991 അദ്ദേഹത്തിൻ്റെ ഒരു ജീപ്പ് കത്തിച്ച സംഭവം വണ്ടിപ്പെരിയാറിൽ നടന്നിട്ടുണ്ട്. 91 ഈ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിരുന്ന ഒരാൾ ഒരു വിവാദ പ്രസംഗം നടത്തിയിരുന്നു. ഇനി വരുന്ന പൊതു തെരഞ്ഞെടുപ്പ് അത് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ രാജീവ് ഗാന്ധിയുടെയും ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി എന്നായിരുന്നു ആ വിവാദ പ്രസംഗം. അതിന് പിന്നാലെ അന്ന് രാത്രിയിൽ തമിഴ്നാട്ടിൽ വെച്ച് രാജീവ് ഗാന്ധി ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായി. അതിന് പിന്നാലെ പൊട്ടിപ്പുറപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾക്കിടെ അദ്ദേഹത്തിൻ്റെ ജീപ്പ് വണ്ടിപ്പെരിയാറിൽ കോൺഗ്രസ് പ്രവർത്തകർ കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നൊരു കഥയൊക്കെ ഉണ്ട്. അതിനുശേഷം വലിയ തരത്തിൽ അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്തു. എന്തായാലും വലിയ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലൂടെയാണ്, തോട്ടം തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ച നേതാവാണ്. അതിനപ്പുറത്തേക്ക് MLA ആയതിനു ശേഷം അദ്ദേഹം ഏറ്റവും കൂടുതൽ ഈ ഭൂപ്രശ്നങ്ങളിലാണ്. ഈ വണ്ടിപ്പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം, പീരുമേട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായും പറയേണ്ടത് ഈ ഭൂപ്രശ്നങ്ങൾ തന്നെയായിരുന്നു. റവന്യൂ വകുപ്പും അതുപോലെ തന്നെ വനം വകുപ്പും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഉണ്ട് എങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ MLA ആണ് എന്നുള്ള ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു മറയോ തടസ്സമോ ഇല്ലാതെ വിമർശനങ്ങളെല്ലാം ഉന്നയിച്ചിരുന്ന ഒരു നേതാവ്, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പക്ഷത്ത് നിന്നിരുന്ന നേതാവ് എന്ന് വേണം വാഴൂർ സോമനെ വിശേഷിപ്പിക്കാനും. എന്തായാലും വൈകിട്ട് 4 മണിക്കാണ് പഴയ പാമ്പനാറിലുള്ള എസ്.കെ. ആനന്ദൻ സ്മൃതി മണ്ഡപത്തോട് ചേർന്നുള്ള ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന നേതാവാണ്. പിന്നീട് ഹൈറേഞ്ചിന്റെ ജനകീയ മുഖമായി മാറിയ നേതാവാണ്. തീർത്തും അപ്രതീക്ഷിതം എന്ന് മാത്രമാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറയാൻ കഴിയുക. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിക്ക് നടക്കും.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.